ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖരന് രൂക്ഷ വിമർശനം. പുതിയ നേതൃത്വം രാഷ്ട്രീയം സംസാരിക്കുന്നില്ല. പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ല. എല്ലാം കച്ചവടം കണ്ണുകൊണ്ട് കാണുന്നത് പാർട്ടിയെ തകർക്കും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അധ്യക്ഷൻ ആദ്യം പറഞ്ഞ നിലപാട് ദോഷം ചെയ്തെന്നും വിമർശനം. വി.എസ്. അനു ഉണ്ട് വിവരങ്ങളുമായി. അനു, രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ബി.ജെ.പി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ വെളിച്ചത്ത് വരുന്നു. കൃത്യമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അദ്ദേഹം ബിസിനസ് പരമായിട്ടാണ് പാർട്ടിയെ നയിക്കുന്നതെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ സുരേന്ദ്രൻ പക്ഷത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിമർശനങ്ങളെല്ലാം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഇപ്പോൾ ബി.ജെ.പി സംസ്ഥാന ഓഫീസിൽ ആരംഭിച്ച കോർ കമ്മിറ്റിയിലാണ് സംസ്ഥാന അധ്യക്ഷനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് പുതിയ പാർട്ടി അധ്യക്ഷൻ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും അധികം ഒരു കുറ്റപ്പെടുത്തലായി പറയുന്നത്. മാത്രമല്ല, പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകാൻ സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ല. എല്ലാം ഒരു തരത്തിൽ ഒരു കോർപ്പറേറ്റ് വൽക്കരിച്ചുകൊണ്ട് കച്ചവടം കണ്ടുകൊണ്ട് കാണുന്നത് പാർട്ടിയെ തകർക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നടന്ന യുവമോർച്ച, മഹിളാ മോർച്ച ടാലന്റ് ഹണ്ട് അത് പാർട്ടിയെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതിൽ അർഹതപ്പെട്ടവരെ ഒഴിവാക്കി നടത്തിയ ഒരു നടപടിയായി എന്ന് വേണം അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ വിമർശനം വന്നത്. മറ്റൊന്ന്, ഈ അദ്ദേഹം എല്ലാ സമയത്ത് വികസനത്തെ കുറിച്ച് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത്. വികസനം മാത്രം പറഞ്ഞാൽ അത് കേരളത്തിൽ വിലപ്പോവില്ല. കേരളത്തിൽ രാഷ്ട്രീയം പറയണം. ആ രാഷ്ട്രീയം പറയാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നില്ല. പ്രവർത്തകരെ അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം എടുക്കാനും രാജീവ് ചന്ദ്രശേഖരൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, ഈ പാർട്ടിയുടെ അടിസ്ഥാനപരമായ തത്വം അത് ഹിന്ദുത്വ തത്വമാണ്. ആ തത്വത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖരൻ മാറിപ്പോകുന്നു. ഹിന്ദുത്വമാണ് പാർട്ടിയുടെ അടിസ്ഥാന ആശയമെന്ന് മറന്നു പോകരുതെന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് പാർട്ടി കോർ കമ്മിറ്റിയിൽ നിലപാട് വ്യക്തമാക്കിയത്. മാത്രമല്ല, നിലമ്പൂരിൽ ക്രൈസ്തവ വോട്ടുകൾ അല്ലെങ്കിൽ ക്രൈസ്തവ നേതാക്കളെ കൂടുതൽ പരിഗണിച്ചുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാന രാജീവ് ചന്ദ്രശേഖരനൊപ്പം നിൽക്കുന്ന ഇപ്പോൾ അനൂപ് ആന്റണി അല്ലെങ്കിൽ ഷോൺ ജോർജ്, ഇത്തരം നേതാക്കളെ വെച്ച് മാത്രമാണ് അവിടെ ഈ പരിപാടികൾ എല്ലാം സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഹിന്ദു വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോവുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല. ബി.ജെ.പി വികസനം മാത്രം പറഞ്ഞാൽ അത് ഹിന്ദു വോട്ടുകൾ CPM-ലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടാക്കുമെന്നും കെ സുരേന്ദ്രൻ ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നു. അതായത് നേരത്തെ തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന വിഭാഗീയത അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴക്കുകൾ കൂടുതൽ ശക്തമായി കോർ കമ്മിറ്റിയിൽ തന്നെ നേതാക്കൾ തുറന്നു പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെതിരെ ആക്രമണം ശക്തമാക്കുന്ന ഒരു നിലപാടിലേക്ക് നേതാക്കൾ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അഖില, അതെ, ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു. പാർട്ടിയെ കോർപ്പറേറ്റ് വത്കരിക്കുന്നത് ഗുണം ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ രാഷ്ട്രീയ നേതൃത്വം സംസാരിക്കുന്നില്ല. പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് മുന്നോട്ട് വരുന്നത്. അനുണ്ട്. അനു, ഈ സുരേന്ദ്രൻ തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നതു മുതൽ സുരേന്ദ്രൻ അതിർത്തിയുണ്ടെന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നിരുന്നു. സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം മത്സരത്തിനില്ല. അത് നല്ലതല്ല. അത് ഒരു കോർപ്പറേറ്റ് ചിന്താഗതിയിലൂടെ തന്നെയുള്ള ഒരു മറുപടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അന്ന് നൽകിയിട്ടുണ്ടായിരുന്നത്. അത് അനാവശ്യമായൊരു തെരഞ്ഞെടുപ്പാണ് എന്നായിരുന്നു ആദ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് വോട്ടുകൾ പോകുന്നു. ആ ഇടയിൽ ആ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് ഈ പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്നതിനുള്ള കാരണവും, അല്ലേ? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ബി.ജെ.പി തുടർന്നോളാനും ആ തരത്തിൽ ഈ സംസ്ഥാനത്ത് ഇവിടെ നിലവിൽ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന നിരവധി നേതാക്കളുണ്ട്. ഈ നേതാക്കളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന പേരിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തുന്നത്. അവിടെ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം എത്തിയത്. ഇതിൽ സ്വാഭാവികമായും ഇതുവരെ ഉണ്ടായിരുന്ന പ്രവർത്തിച്ചിരുന്ന പാർട്ടി പ്രവർത്തകർക്കും അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ നോക്കൂ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കണമെങ്കിൽ അത് പാർട്ടി അധ്യക്ഷൻ പറയണം. അത് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞാൽ മാത്രമേ കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി സാധിക്കൂ. അങ്ങനെ പ്രവർത്തകരെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെ പോലും രാഷ്ട്രീയം പറയാൻ അനുവദിക്കാതെ ഇപ്പോൾ നമുക്കറിയാം
ഏറ്റവും ഒടുവിൽ നടന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മത്സരം എന്ന് പറയുന്നു. ഒടുവിൽ മത്സരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാതെയുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനത്തിന് എതിരെയാണ് ഈ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തുന്നത്. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് ഈ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി വലിയ രീതിയിൽ മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഈ ചിലർ ഉണ്ടാക്കുന്നത് എന്നാണ് രാജീവ് ചന്ദ്രശേഖരനൊപ്പം നിൽക്കുന്ന ആളുകൾ പറയുന്നത്. ഏതായാലും ഈ ഗ്രൂപ്പിസം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു വന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെ ഒരു ഗ്രൂപ്പിന്റെ വക്താവായി മാറുന്നു എന്നുള്ള വിമർശനം പാർട്ടി നേതാക്കളിൽ ഒരു വിഭാഗത്തിലുണ്ട്. അവരത് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ രൂക്ഷമായി വിമർശിക്കാൻ കൂടി കോർ കമ്മിറ്റിയിൽ നേതാക്കൾ തയ്യാറെടുക്കുന്നു എന്നുള്ളത് BJP ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഗ്രൂപ്പ് പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്നത് വ്യക്തമാക്കുകയാണ്. അഖില.